വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വീട് നിർമ്മിക്കുന്നതിൽ സർക്കാരിനെതിരെ വലിയ ആക്ഷേപം. 1000 ചതുരശ്രയടി വീടിന് 30 ലക്ഷം രൂപ എങ്ങനെ ചെലവായി എന്നതാണ് ചോദ്യം. ഇപ്പോൾ നിർമ്മിക്കുന്ന വീടിന് 30 ലക്ഷം രൂപ മുടക്കി എന്നത് കള്ളക്കണക്കാണെന്നാണ് പ്രധാന ആക്ഷേപം. കുറഞ്ഞ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, വലിയൊരു ദുരന്തം. ഇന്നലെ ഒരാണ്ട് പൂർത്തിയാകുമ്പോഴും ആ പാവങ്ങളുടെ കണ്ണീര്, അവരുടെ വേദനയുടെ ആഴം ഒക്കെ നമ്മൾ നേരിൽ കണ്ടതാണ്. അർജുനൊക്കെ അവിടെ ഉണ്ടായിരുന്നവരാണല്ലോ. അത്രമാത്രം വേദനയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആ പാവങ്ങളെ പുനരധിവസിപ്പിക്കാതെ, വാടക വീടുകളിലേക്ക് മാറ്റിയിട്ട് വാടക പോലും നൽകാതെ കഷ്ടപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജനിച്ചു പോയില്ലേ, മണ്ണുവാരി തിന്നാൻ പറ്റൂ, ജീവിക്കണ്ടേ എന്നൊക്കെയാണ് ആ പാവങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് വെച്ച് നൽകുന്ന വീടിൽ അഴിമതിയെന്ന് തോന്നിപ്പിക്കുന്നുവെങ്കിൽ എന്താണ്? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഈ പുനരധിവാസം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. വീടിന്, അതായത് എൽസൺ എസ്റ്റേറ്റിൽ ഏറ്റെടുത്ത് നടത്തുന്ന വീട് നിർമ്മിക്കുന്നതിന് ഒരു വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതിന് വരുന്നത് 30 ലക്ഷം രൂപയാണ്. എങ്ങനെയാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ വരിക എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സാധാരണ ഒരു സ്ക്വയർ ഫീറ്റിനൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ എടുക്കുന്നത് 1500 രൂപ വെച്ചിട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ തലത്തിൽ അത് വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 3000 വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രദേശവാസികളൊക്കെ ചോദിക്കുന്നത്. വലിയ നിയമക്കുരുക്കുകളൊക്കെ കഴിഞ്ഞതിൽ പിന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പണി തുടങ്ങി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും 1 വർഷമായി, അതായത് ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 1 വർഷമായിട്ടും തറ കിട്ടിയതല്ലാതെ മറ്റു പ്രവർത്തികളൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ആ ഇടയ്ക്കാണ് ആളുകളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നത്. അതായത് 30 സ്ക്വയർ ഫീറ്റ്, അതായത് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ എങ്ങനെ ആകുമെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു. ആ വീട് നമ്മൾ പോയി കണ്ടതാണ്. അത്തരത്തിൽ വലിയ ഫെസിലിറ്റി ഒന്നും ഉള്ള വീടല്ല, സാധാ രീതിയിലുള്ള ഒരു വീട് തന്നെയാണ്. ആ വീടിന് എങ്ങനെ ഇത്ര രൂപ വരുമെന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് വളരെ വില കുറഞ്ഞിട്ടുള്ള ടൈലുകളാണ്. അത് പെട്ടെന്ന് നശിച്ചു പോകാൻ തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം ഉയരുന്നത്. മാത്രമല്ല, മുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് 1-1.5 വർഷം കൊണ്ട് തന്നെ അതിന് മുകളിൽ ചോർച്ച ഉണ്ടാകുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എന്നുള്ളതടക്കമുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ അടക്കം പറയുന്നത്. 410 വീടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. ആ 410 വീട് ഒരുങ്ങുമ്പോൾ ഒരു വീടിന് 30 ലക്ഷം വെച്ച 410 വീടുകളാകുമ്പോൾ കോടിക്കണക്കിന് രൂപ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു ലാഭം ആ സർക്കാരിന് ഇതിൽ നിന്നൂടെ കൊയ്യാൻ കഴിയും. സർക്കാരിൻ്റെ കയ്യിലേക്ക് പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു പണിയാണ് ഇത് എന്നുള്ളത് കൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമായി ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ പല വാർത്തകളും ഇത് സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ പുനരധിവാസം സംബന്ധിച്ചും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പുന്നപ്പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട കോടികൾ ആ സർക്കാർ ചെലവഴിച്ചെങ്കിലും എവിടെയും ഈ പുന്നപ്പുഴ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ കണ്ടിരുന്നില്ല. ഈ പുന്നപ്പുഴയുടെ ആ സൈഡിലേക്ക് എടുത്തു മാറ്റിയ മണ്ണ് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നു. ചെളിയും കല്ലും നിറഞ്ഞ് അവിടെ നിൽക്കുന്നു. അത് മറ്റൊരു മഴ പെയ്യുമ്പോൾ വീണ്ടും കുത്തിയൊലിച്ച് ഈ പുഴയിലേക്ക് തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബെയിലി പാലത്തിന് ഒരു ബലം നൽകുവാൻ വേണ്ടി അതിൻ്റെ താഴെ കുറച്ച് കല്ലുകൾ ഇട്ടുകൊണ്ട് അതിലും അഴിമതി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു വീടുകൾക്കും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയരുന്നത്. ഈ 30 ലക്ഷം എന്ന് പറഞ്ഞ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയാൽ പിന്നീട് അത് 20 ലക്ഷമാണെന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ ഇവിടെ 20 ലക്ഷമാണ് ഞങ്ങൾ മുടക്കുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മന്ത്രിക്ക് അത് തിരുത്തേണ്ടി വന്നു. മന്ത്രി തന്നെ പിന്നീട് പറഞ്ഞു 30 ലക്ഷം രൂപ തന്നെയാണ്, 20 ലക്ഷമല്ല, 30 ലക്ഷം തന്നെ മുടക്കിയാണ് വീട് പണിയതെന്ന് വന്നു. പക്ഷേ ഇതിന് കൃത്യമായി അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ 30 ലക്ഷം വരിക എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന് എങ്ങനെയായാലും 1500 രൂപ, 2000 അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ 3000 രൂപ എന്നുള്ള കണക്ക് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് സർക്കാർ കൃത്യമായി പറയേണ്ടതുണ്ട്. ഇതിൽ സ്പോൺസർമാരുണ്ടാകാം. അതായത് ഈ പാവങ്ങളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ എത്രയോ പേർ സഹായിച്ചിരിക്കുന്നു ഇതിനകം. ആ പണം പോലും ചെലവഴിച്ചിട്ടില്ല എന്ന ആരോപണമുണ്ട്. 700 കോടിയിലേറെ രൂപ ഇവിടുത്തെ സാധാരണക്കാർ
നൽകിയ പണം എവിടെ എന്ന് പ്രതിപക്ഷം BJP ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് 1000 ചതുരശ്ര അടി വീടിന് 30 ലക്ഷം രൂപ എന്ന നിരക്ക് പുറത്തു വരുന്നത്. അർജുൻ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക്, അപ്പോൾ അർജുൻ പറഞ്ഞു വന്നത് സർക്കാർ ലാഭമുണ്ടാക്കുന്നു എന്ന ആക്ഷേപമാണ് വരുന്നതെന്ന്. പക്ഷേ സർക്കാർ എന്തിനാണ് ലാഭം ഉണ്ടാക്കുന്നത്? ഇത് വ്യക്തികളിലേക്ക്, രാഷ്ട്രീയക്കാരിലേക്ക്, ഇതിന് പിന്നിൽ നിൽക്കുന്നവരിലേക്ക് പോകുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ സജീവമാകുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ ഇതിൽ പ്രധാനമായുള്ള ഒരു വസ്തുത, ഈ ഒരു ഫണ്ട് തികഞ്ഞില്ല എങ്കിൽ, അതായത് ഈ സ്പോൺസർഷിപ്പ് വരുന്ന ഫണ്ട് തികഞ്ഞില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകളിൽ നിന്നും എടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അലംഭാവം ഉണ്ടാകുന്നു, സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോൺസർഷിപ്പ് സഹായിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെയുള്ള ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉയരുന്നത്. അതായത് ഈ വീടിന് എങ്ങനെ ഇത്ര രൂപ വരും, ഇത്ര ലക്ഷം രൂപ എങ്ങനെ വരും എന്നുള്ള ഒരു ചോദ്യം വരുന്നത്. ആ ഒരു കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു 1000 ചതുരശ്ര വീട് എന്ന് പറയുന്നത് ഒരു 20 ലക്ഷം 22 ലക്ഷം രൂപയ്ക്കൊക്കെ തീർക്കാൻ കഴിയുന്ന വീടുകളാണ് ഇത്തരത്തിൽ 30 ലക്ഷം രൂപയ്ക്കൊക്കെ വരുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല ഈ വീട് 30 ലക്ഷം രൂപ ആയിക്കോട്ടെ, അതിൽ പണിയുന്ന വീടിന് അത്തരത്തിലുള്ള ഉറപ്പ് വരേണ്ടതുണ്ട്. മാതൃകാ വീട് മാത്രമാണ് ഇപ്പോൾ പണിതിട്ടുള്ളത്. ആ മാതൃകാ വീട് തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ പണി ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയാം. കാരണം അതിൻ്റെ മേൽക്കൂര കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് ചെരിഞ്ഞ വാർത്തിരിക്കുന്ന മുൻവശത്തുള്ള മേൽക്കൂര എത്രയും വേഗം, അതായത് 1.5 വർഷങ്ങൾ കൊണ്ട് തന്നെ അത് ലീക്കാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതിൻ്റെ ചോർച്ച വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മാത്രമല്ല ആ ചെറിയ ടൈലുകൾ, വിലക്കുറഞ്ഞ ടൈലുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലാൻഡിൻ്റെ കൂടെ തുക സർക്കാർ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. തങ്ങൾ നാളുകളായി ഇത്തരത്തിൽ വീടുകളില്ലാതെ കഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ സർക്കാർ 30 ലക്ഷം രൂപ എന്ന് പറയുന്ന രീതിയിൽ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു തിരിമറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിൽ സർക്കാരിനെതിരെ വലിയ ആക്ഷേപം, അഴിമതി ആരോപണം ഉയരുകയാണ്. 1000 ചതുരശ്രയടി വീടിന് 30 ലക്ഷം രൂപ ചെലവ് എങ്ങനെയായി എന്ന ചോദ്യം, ടൈലുകൾ ഏറെ വില കുറഞ്ഞതാണെന്ന ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു വാർത്തയായി ഇത് മാറുന്നു. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.